ചേട്ടൻ എന്തിനാ ടെൻഷൻ അടിക്കുന്നേ? ചേട്ടന്റെ ബഡ്ജറ്റിന്റെ പകുതി മതി ഈ പറഞ്ഞതെല്ലാം വാങ്ങാം. അതെങ്ങനെ? അതാണ് TJM ഹോൾസെയിൽ മാജിക്. പാലക്കാട്ടെ ഏറ്റവും വലിയ ഹോൾസെയിൽ ബ്രൈഡൽ ജ്വല്ലറി TJM Gold and Diamonds Manufacturers and Wholesalers, പള്ളിക്കുളം റോഡ്, തൃശൂർ, സുൽത്താൻപേട്ട് റോഡ്, പാലക്കാട്. വടക്കാഞ്ചേരിയുടെ സുരക്ഷയായി കഴിഞ്ഞ 4 വർഷക്കാലം അടിയുറച്ചു നിന്ന് ജനമനസ്സുകളിൽ സ്ഥാനം നേടിയ ഫയർ സ്റ്റേഷൻ ഓഫീസർ TK നിതീഷിനെ വടക്കാഞ്ചേരിയിലെ പ്രമുഖ പരിസ്ഥിതി സംഘടനയായ ജനനിയുടെ നേതൃത്വത്തിൽ യാത്രയയപ്പും ആദരവും നൽകി. വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷനിൽ വെച്ച് നടന്ന ചടങ്ങിൽ ജനനി പ്രസിഡന്റ് V അനിരുദ്ധൻ സ്നേഹോപഹാരം കൈമാറി. ജീവൻ പണയം വെച്ചും ദുരന്തമുഖങ്ങളിൽ നിതീഷ് നടത്തിയ സമാനതകളില്ലാത്ത രക്ഷാപ്രവർത്തനങ്ങൾ പുതുതലമുറയ്ക്ക് എന്നും വലിയൊരു മാതൃകയും ആവേശവുമാണെന്ന് അദ്ദേഹം കൂട്ടിച്ചേർത്തു. പ്രശംസനീയമായ സേവനമാണ് വടക്കാഞ്ചേരി ജനതയ്ക്ക് നൽകിയിട്ടുള്ളത്. അപകടം, ഇവിടെ ഫ്ലഡുകൾ, അതല്ലാതെ ഉണ്ടായ എല്ലാ അപകടാവസ്ഥയും ഞങ്ങളെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് സാർ നൽകിയ സേവനം അത്യന്തം ശ്ലാഘനീയമാണ്. അതിന് എല്ലാവിധ നന്മകളും എല്ലാവിധ ആശംസകളും ഉണ്ട്. കൂടാതെ MSc നേടിയിട്ടുള്ള ഒരു വ്യക്തി ഇതുപോലെ ഒരു സർവീസിന് വന്ന് ജനത്തിന് സേവിക്കുന്ന ആ മനസ്സിനെയും അധികം ശ്ലാഘിക്കുന്നു. ഇതൊക്കെ കൂടാതെ സ്വന്തം നാട്ടിലേക്ക് പോകുന്നു. ഇതുപോലെ തന്നെ അവിടെയും ജനങ്ങൾക്ക് സർവീസ് കൊടുക്കുമാറാകട്ടെ. ഇവിടെ കുട്ടികൾക്ക് എടുത്ത ക്ലാസ് പോലെ ചെറു കുട്ടികളെ വേണം താഴത്തു നിന്ന് കൂടുതൽ ഉയർത്തിക്കൊണ്ടുവരാനായിട്ട്. അവരുടെ മനസ്സിൽ അപകടമില്ലാതിരിക്കുന്നതിനെക്കുറിച്ചും സേവനത്തെക്കുറിച്ചുമുള്ള അവബോധം കൊടുക്കുകയാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം. അത് സാറിൻ്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഇനിയും എല്ലായിടത്തും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ലത് വരട്ടെ എന്ന് ആശംസിക്കുന്നു. 2021 അഗ്നിരക്ഷാസേന സർവീസിൽ പ്രവേശിച്ച TK നിതീഷ് നാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി മാനേജ്മെൻറ്റ് കോളേജിലെ കഠിനമായ 6 മാസത്തെ പരിശീലനവും തിരുവനന്തപുരം സ്റ്റേഷൻ ട്രെയിനിങ്ങും വിജയകരമായി പൂർത്തിയാക്കിയാണ് 2022 മാർച്ച് 17 വടക്കാഞ്ചേരി ഫയർ സ്റ്റേഷൻ ഓഫീസറായി ചാർജ് എടുക്കുന്നത്. ഒരു തുടക്കക്കാരനായി വടക്കാഞ്ചേരിയിൽ എത്തിയ ഇദ്ദേഹം പിന്നീട് കേരളം കണ്ട ഏറ്റവും വലിയ പല ദുരന്തമുഖങ്ങളിലും വടക്കാഞ്ചേരിയുടെ ധീരമായ കയ്യൊപ്പായി മാറുകയായിരുന്നു. വടക്കാഞ്ചേരിയിലെ പ്രളയക്കെടുതികൾ, ജീവനുകൾ കവർന്ന മണ്ണിടിച്ചിലുകൾ, കൊച്ചി ബ്രഹ്മപുരം മാലിന്യ പ്ലാന്റിലെ വൻ തീപിടുത്തം, നടുക്കമുണ്ടാക്കിയ കുണ്ടന്നൂർ മുണ്ടത്തിക്കോട് വെടിക്കെട്ട് അപകടങ്ങൾ എന്നിവയിലെല്ലാം നിതീഷിൻ്റെ തന്ത്രപരമായ നേതൃത്വവും ഇടപെടലും രക്ഷാപ്രവർത്തനങ്ങളുടെ വേഗത കൂട്ടി. കൂടാതെ കേരളക്കരയെ ഒന്നടങ്കം കണ്ണീരിലാഴ്ത്തിയ വയനാട് ചൂരൽമല ഉരുൾപൊട്ടൽ ദുരന്തഭൂമിയിലും വടക്കാഞ്ചേരിയുടെ കാവലായി മുന്നിൽ നിന്നും പോരാടിയത് ഈ ഉദ്യോഗസ്ഥനായിരുന്നു. തൻ്റെ ഔദ്യോഗിക ജീവിതത്തിൻ്റെ തുടക്കത്തിൽ വടക്കാഞ്ചേരി നൽകിയ അനുഭവങ്ങളും ജനങ്ങളുടെ പിന്തുണയും വലിയൊരു ഊർജ്ജമാണ് ഭാവിയിലേക്ക് സമ്മാനിച്ചതെന്ന് TK നിതീഷ് പ്രതികരിച്ചു. അതായത് ട്രെയിനിങ് കഴിഞ്ഞ ആദ്യത്തെ പോസ്റ്റിംഗാണ് വടക്കാഞ്ചേരി. ഞങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വടക്കാഞ്ചേരി സ്റ്റേഷൻ ഏരിയ എന്ന് പറയുന്നത് വളരെ വലിയൊരു ഏരിയ തന്നെയാണ്. ഏകദേശം 13ഓളം പഞ്ചായത്തിൻ്റെ ഭാഗങ്ങൾ, ഒരു മുനിസിപ്പാലിറ്റി, അതായത് തലപ്പള്ളി താലൂക്കിൻ്റെ ഏകദേശം 3/4 ഭാഗത്തോളം ഏരിയ വരുന്നത്. അപ്പോൾ ഒഫീഷ്യലായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ കോളുകളായാലും മറ്റുള്ള സ്റ്റേഷൻ ഉണ്ടെങ്കിലും ഭൂരിഭാഗം ഏരിയ കവർ ചെയ്യേണ്ടി വരുന്നത് ഞങ്ങൾ വടക്കാഞ്ചേരി സ്റ്റേഷൻ തന്നെയാണ്. കൂടാതെ തന്നെ ഇതൊരു എല്ലാ മേഖലകളും ഉള്ള ഒരു സ്റ്റേഷൻ പരിധിയാണ്. ഉദാഹരണത്തിന് മെഡിക്കൽ കോളേജ് ഹൈലി സെൻസിറ്റീവായ ഒരു ഏരിയയാണ്. ഇൻഡസ്ട്രിയൽ ഏരിയ, അതുപോലെ തന്നെ ഫോറസ്റ്റ്, പിന്നെ പുഴകൾ, ലാൻഡ് സ്ലൈഡ് പിന്നെ ഉണ്ടാവാനുള്ള സാധ്യതയുള്ള സ്ഥലങ്ങൾ, പിന്നെ അതുപോലെ തന്നെ ഭൂമി കുലുക്കം പോലും ഉള്ള അങ്ങനെ ഒരു എല്ലാം കലാമിറ്റീസുകൾക്കുള്ള സാധ്യതയുള്ളൊരു വൈഡായിട്ടുള്ള ഏരിയയാണ് സ്റ്റേഷൻ ഏരിയ. അപ്പോൾ അതിൻ്റേതായ പ്രാധാന്യത്തോടെ നമുക്ക് അതിനോടനുബന്ധിച്ച് വെടിക്കെട്ട് നിർമ്മാണം, എക്സ്പ്ലോസീവുമായിട്ട് ബന്ധപ്പെട്ട കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ സ്ഥാപനങ്ങളുള്ളത് ഇവിടെയാണ്. പിന്നെ പൂരങ്ങൾ, വെടിക്കെട്ടുകൾ, ഇതെല്ലാം കൈകാര്യം ചെയ്യുക എന്ന് പറഞ്ഞത് നമുക്ക് തുടക്കക്കാർക്ക് ഏറ്റവും വലിയൊരു എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ ഇവിടെ ഈ ഒരു സ്റ്റേഷനിൽ നമ്മൾ സേവനമനുഷ്ഠിച്ച് പോയാൽ അപ്പോൾ അത് ഭാവിയിലേക്കുള്ള എല്ലാ കാലത്തേക്കുള്ളൊരു ട്രെയിനിങ് ആണ്. അപ്പോൾ ആ കാര്യത്തിൽ ഈ 4 വർഷം എന്ന് പറഞ്ഞാൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 24 വെള്ളപ്പൊക്കം, അതുപോലെ തന്നെ കുണ്ടന്നൂർ വെടിക്കെട്ട് അപകടം, അതുപോലെ തന്നെ ഇപ്പോൾ ലാസ്റ്റ് മുണ്ടത്തിക്കോട്, പിന്നെ ബ്രഹ്മപുരത്ത് ഉണ്ടായി, പിന്നെ വയനാടുണ്ടായി. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഈ ഒരു 4 വർഷ കാലഘട്ടത്തിൽ ഉണ്ടായി മേജറായിട്ടുള്ള. ഇതല്ലാത്ത
ഒട്ടനവധി രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കെടുക്കാൻ പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ തികച്ചും സംതൃപ്തമായിട്ടാണ് ഇവിടുന്ന് പടിയിറങ്ങുന്നത്. പിന്നെ ഒന്നാമത് ഏറ്റവും വലിയ പ്രത്യേകത ഇവിടുത്തെ ജനങ്ങൾ തന്നെയാണ്. പഴയൊരു സിനിമ ഡയലോഗ് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. തലപ്പള്ളി താലൂക്കിലാണോ വീടെന്ന് ചോദിക്കുന്നത്. അന്ന് എനിക്കത് മനസ്സിലായിട്ടില്ല. ഒരു മമ്മൂട്ടി ചോദിക്കുന്നത് ജനാർദ്ദനോട് എന്തുകൊണ്ടാണ്. അപ്പോൾ അത് ജനങ്ങളുടെ അത്രയും ഒരു ക്വാളിറ്റി ഉള്ളതും, അപ്പോൾ എല്ലാവരും തന്നെ നമ്മൾ വിളപ്പായ മുതൽ തിരുവില്ലാമല വരെയുള്ള ആൾക്കാർ, പഞ്ചായത്തിലെ വിവിധ ആൾക്കാരുമായിട്ട് നല്ല ഒരു വ്യക്തിബന്ധം ഉണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ മനസ്സിലാകുന്ന വളരെ ശാന്തമായിട്ടുള്ള ആൾക്കാർ, പൂര ഉത്സവങ്ങളും ഒക്കെ ആയിട്ട് ദേഷ്യം അധികം വരാത്തത്. ഇനി ദേഷ്യം വന്നാൽ പോലും അതിനൊരു ലിമിറ്റുണ്ട്. അപ്പോൾ അതൊക്കെ എല്ലാം ഉൾക്കൊള്ളുന്ന എല്ലാ മേഖലകളിലും നല്ല കോണ്ടാക്റ്റ് ഉണ്ട്. കൂടുതലൊന്നും പറയാമെന്നില്ല. നാട്ടിലേക്ക് പോവുകയാണ്. സ്വന്തം നാടായ കണ്ണൂർ ജില്ലയിലെ തളിപ്പറമ്പ് ഫയർ സ്റ്റേഷൻ ഓഫീസറായാണ് അദ്ദേഹത്തിന് പുതിയ സ്ഥലം മാറ്റം ലഭിച്ചിരിക്കുന്നത്. വടക്കാഞ്ചേരിയുടെ എല്ലാവിധ നന്ദിയും കടപ്പാടും സ്നേഹവും ഏറ്റുവാങ്ങിയാണ് ഈ ജനപ്രിയ ഉദ്യോഗസ്ഥൻ പുതിയ ചുമതലയിലേക്ക് മടങ്ങുന്നത്. You are watching VCV News.